ഇവിടുത്തെ പ്ലാവിലെ ചക്കയായിരിക്കേ. പൂപ്പും പോകില്ല വെച്ചു, അത് വെറുതെ വെള്ളം. ആ സുഹൃത്തുക്കളെ, നമ്മൾ ബൈക്കിൽ യാത്രയിലാണ്. ബംഗാളിൻ്റെ ഗ്രാമത്തിലോട്ട് ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിയുടെ ബൈക്കിലാണ് നമ്മളിന്ന് പോകുന്നത്. കാണിക്കാം. റോയൽ ഞങ്ങൾ രണ്ടും കൂടാണ് ഇന്ന് യാത്ര. ഇന്ന് ബംഗാളിൻ്റെ ഗ്രാമത്തിലോട്ടാണ്. അപ്പം നിങ്ങളെയും നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും കൂടെ പോരെ? ഓക്കെ. നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ ഗ്രാമത്തിലൂടെയുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആനന്ദ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ഹൂഗ്ലി ജില്ലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്നും 58 കിലോമീറ്റർ ഉണ്ട് ദൂരം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1786 നിർമ്മിച്ച രാധാ ഗോവിന്ദ ക്ഷേത്രമുണ്ട് അവിടെ. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം മുഴുവനും അതിമനോഹരമായ ടെറാക്കോട്ട ഫലകങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. മഴയൊന്നുമില്ല, എന്നാലും നമുക്ക് ചൂടറിയുന്നില്ല. നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ബൈക്കിൽ പോകുമ്പോൾ. നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സ്പോട്ടിൽ ഇവിടെ ഒരു രാമകൃഷ്ണ മിഷൻ അമ്പലവും മഠവും ഒക്കെയുണ്ട്. അതൊക്കെ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂപ്പൺ എടുക്കണമെന്ന് ചോദിക്കണം. ചോദിച്ചെന്ന് കൂപ്പൺ എടുക്കണോ എവിടെയാണെന്ന് ചോദിച്ചു. ഫുഡിൻ്റെ ഉണ്ടുണ്ട് ഉണ്ടോ? അവരോട് ചോദിച്ചു, പുള്ളിയോട് ഇത് ചോദിച്ചു. നമ്മൾ കൂപ്പണൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ അന്നദാനമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക്. അങ്ങേപ്പുറയാണ് നമ്മുടെ രാധാ ഗോവിന്ദം അമ്പലം ഇരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ആ അമ്പലം കാണാം. നമുക്കിവിടെ കാണുന്നത് മാവുണ്ട്, ചക്ക, പ്ലാവ്, ചക്കയൊക്കെ ഉണ്ട്, മാവുണ്ട്. ഇതിൽ മാവ്, മാങ്ങയുണ്ട്. പിന്നെ ഇങ്ങേപ്പുറത്തെ ചക്ക നിൽക്കുന്നു. ആൾക്കാരൊക്കെ അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചക്ക. ഇതിൻ്റെ അകത്തോട്ട് പോയാൽ ഇതിനകത്താണ് വിവേകാനന്ദനും മറ്റു 9 പേരും
സന്യാസ ദീക്ഷ സ്വീകരിച്ച ഇതായി കാണുന്ന ഈ സ്ഥലം. ഇവിടെയാണ് സന്യാസ ദീക്ഷ സ്വീകരിച്ച ഈ സ്ഥലം. ഇതാണ് ഇവിടെ ഇരുന്നിട്ടാണ് മറ്റ് 9 ശിഷ്യന്മാരും കൂടെ സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദീക്ഷ സ്വീകരിക്കുന്ന ഒരു ഇതാണ്. ഇവിടെ വെച്ചാണ് അവരത് സ്വീകരിച്ചത്. പിന്നെ വിവേകാനന്ദൻ താമസിച്ച മുറികളും ശാരദാദേവിയും താമസിച്ച മുറികളൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല, നോക്കണം. അതിൻ്റെ മുകളിൽ പോകണം, അവിടെയാണെന്ന് തോന്നുന്നു വിവേകാനന്ദൻ. ഇത് സാധനങ്ങളൊക്കെ വെക്കുന്ന റൂമാണെന്ന് തോന്നുന്നു. അത് തന്നെ. ഇതിൻ്റെ മുകളിലാടോ ഇത്. ആൾക്കാരൊക്കെ സന്യാസിമാരൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ചോദിക്കാം ആരോടെങ്കിലും. ചിത്രങ്ങൾ, പഴയ കസേരകളൊക്കെ ഇവിടെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൃഷിയൊക്കെയാണ്. ഇവിടുത്തെ കൃഷിയുടെ ഇവർ വെളിയിൽ നിന്ന് ഒരു സാധനം മേടിക്കുകയിൽ എല്ലാം കൃഷി ചെയ്ത് അവർ തന്നെ അന്നദാനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. അങ്ങോട്ടെല്ലാം കൃഷിയിടമാണ് ഇവരുടെ. ഇതൊക്കെ കാണാൻ നല്ല സ്ഥലങ്ങളാണ്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷിയിടമാണ്. അങ്ങോട്ടൊന്നും നമുക്ക് പോകാനുള്ള പെർമിഷനൊന്നും ഇല്ല. ഇതിൻ്റെ മുകളിലാടോ ആ ശാരദാദേവി ഒക്കെ താമസിച്ച സ്ഥലം. നമുക്കങ്ങോട്ട് വീണ്ടും നമ്മൾ കറങ്ങി ഇവിടെ വന്നു. ഇവിടുന്ന് ഇവിടുത്തെ പ്ലാവിലെ ചക്കയായിരിക്കേ. മൂപ്പും പോക്കറ്റ് വെച്ചു. അത് വെറുതെ ഇവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ചോറാണ്.
നാലുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അന്നദാനമൊക്കെ കഴിച്ച് നമ്മളിത് ഇപ്പോൾ ആ പഴയ 1786 പണിയെടുപ്പിച്ച രാധാഗോവിന്ദം അമ്പലത്തിലോട്ട് പോവുകയാണ്. അതിനകത്തെല്ലാം കൃഷികളും കാര്യങ്ങളുമാണ്. ആ ചക്ക മധുരം നല്ല മധുരമായിരുന്നു ചക്കയ്ക്ക് അല്ലേ? കൂടിച്ചക്കയാ ഇവിടെ കിട്ടുന്നതെല്ലാം കൂടെയാ. ഓ ഇത് ഗസ്റ്റ് ഹൗസ് കേട്ടോ, രാമകൃഷ്ണ മഠ ഗസ്റ്റ് ഹൗസ്. അന്നേരമൊക്കെ വരുമ്പോഴേ ഈ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. തെങ്ങും വാഴയും ഇവരുടെ മെയിൻ. ഒരു കുളം, തെങ്ങ്. ഇത് കുളം. ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഇതുണ്ട് അടിപൊളി ഒരു ഇതാട്ടോ കുളം. നല്ല വെള്ളം. ഇറങ്ങണോ? നാരങ്ങ അതോ ഉണ്ടോ? മാതള നാരങ്ങ. നിങ്ങൾ കമ്പിളി നാരങ്ങന്ന് പറയും ഞങ്ങള്. ഇതൊരു പുതിയ അമ്പലമാണ്, ശിവൻ്റെ അമ്പലമാണ്. ഈ സമയത്തെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക്. ഇതിൻ്റെ അങ്ങപ്പുറയാണ് പഴയ അമ്പലം, രാധാകൃഷ്ണ അമ്പലം. അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങപ്പുറയുണ്ടൊരു പഴയ അമ്പലം, അവിടെയുണ്ട് പഴയ അമ്പലം. ആ ഇവിടെ ഉണ്ട്. ആ ഓ ഇതാണ് പഴയ അമ്പലം. ഇതുണ്ട് അവിടെ ഉണ്ട്. ഓ അടിപൊളി ഇതാണ് കേട്ടോ. സെറ്റപ്പ്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ഈ അമ്പലം. ഇത് മനോഹരമായ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ കുറേ ചുടുകട്ട കമ്പനികൾ നമ്മൾ ഒത്തിരി കണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. പഴയ കാലത്തും ഇവിടെ ചുടുകട്ട നിർമ്മാണം കേന്ദ്രമായിരുന്നു ഇത്. രാമായണം, മഹാഭാരതം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊത്തുപണികളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഇപ്പോൾ അധികം കയറാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അധികം ഒന്നും
അതിനകത്ത് കയറി വീഡിയോ അധികം ചെയ്യാനും പറ്റുകയില്ല. ഇവിടെയും അതിൻ്റെ ഒരു മാതൃക അന്നത്തെ കാലത്ത് ആദ്യം പണിത് ഇതാണ് അതിൻ്റെ ഒരു മാതൃക. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമതാണ് ഇതിനോടനുബന്ധിച്ചത് പണിതത്. ഇതുകൊണ്ടാണ് ഇതുപോലുള്ള കൊത്തു ശില്പങ്ങളാണ് അതിൽ കൂടുതലും. ചെറിയ ചെറിയ ഇതാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ, ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നമ്മുടെ കൂട്ടുകാരനാണ് ഇവിടെ ഇത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്. ഏതായാലും ഇത് ചരിത്രത്തിലെ താളുകളിലുള്ള ഒരു അമ്പലമാണ് ഇത്. അതൂരിയാ പോയെന്ന് തോന്നുന്നു നമ്മള്. അല്ലേ? അല്ലല്ല, നമ്മൾ അതൂരിയാ. ഇതുവഴി പോവാം. ഇവിടെ ഒരു കുളമുണ്ട്, ഒരു സലൂണ്. അങ്ങേപ്പുറം ഇങ്ങേപ്പുറയും സലൂണ്.